+2 ബയോളജി ഫസ്റ്റ് ടേം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത്. ടോട്ടൽ മാർക്ക് 60 മാർക്കിനാണ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ട് ബോട്ടണിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ബോട്ടണിക്കുള്ള ടൈം 1 മണിക്കൂറാണ്. അതിൽ ടോട്ടൽ മാർക്ക് 30 മാർക്കാണ്. ബോട്ടണിയിലെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. രണ്ടും ആൻസർ ചെയ്യണം. ഓപ്ഷൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് 1 മാർക്കാണ്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇൻ ദ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഓഫ് ആൻജിയോസ്പേംസ്? താഴെ കൊടുത്തിൽ ഏതാണ് ആൻജിയോസ്പേംസിലെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്? ആൻജിയോസ്പേംസിൽ തന്നെ മോണോകോട്ടിലിഡൻസ് ഉണ്ട്, ഡൈകോട്ടിലിഡൻസ് ഉണ്ട്. അപ്പം നമ്മളോടുള്ള ക്വസ്റ്റ്യൻ ഏതാണ് ആൻജിയോസ്പേമിലെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്? അപ്പം ശരിയായ ഉത്തരം എംബ്രിയോസാക്, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ആൻജിയോസ്പേംസിൽ കാണപ്പെടുന്ന ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം, സൊണാലിക്ക ഈസ് എ സെമി ഡ്വാർഫ് വെറൈറ്റി ഓഫ്? സൊണാലിക്ക ഏതിന്റെ സെമി ഡ്വാർഫ് വെറൈറ്റിയാണ്? അപ്പോൾ ആൻസർ വീറ്റിന്റെ സെമി ഡ്വാർഫ് വെറൈറ്റിയാണ് സൊനാലിക്ക. ക്വസ്റ്റ്യൻ നമ്പേഴ്സ് 3 to 12. ആൻസർ എനി 8 questions, 2 scores each. The third question, the progenies formed by asexual reproduction differ from those formed by sexual reproduction. Justify the statement. ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ന്യായീകരിക്കണം. സെക്ഷൽ റീപ്രൊഡക്ഷനേക്കാളിലും എന്തൊക്കെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന പ്രോജനീസിന്റെ അഡ്വാൻറ്റേജസ് അത് വിവരിച്ചിട്ട് വേണം നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ പ്രോജനി ഫ്രം അസെക്ഷൽ റീപ്രൊഡക്ഷൻ, പ്രോജനി ഫ്രം സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒന്നാമത്തത്, they have similar genetic makeup. അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന പ്രോജനീസിനെ നമ്മൾ ക്ലോൺ എന്നാണ് പറയാം. അതെല്ലാം ഫോട്ടോ കോപ്പി പോലെ ആയിരിക്കും. പക്ഷേ ദ പ്രോജനീസ് ഹാവ് ഡിഫറെന്റ് ജനറ്റിക് മേക്കപ്പ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അവിടെ വേരിയേഷനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പ്രോജനീസ് ഉണ്ടാവും. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരികയാണെങ്കിൽ they are not only identical to one another, ഒരേപോലെയാണ് എന്ന് മാത്രമല്ല, but are exact copies of their parents, that is clone of the parent. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വന്നാലോ, they are different from each other and dissimilar to the parent. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കിയാൽ അവിടെ no variation. ഇപ്പുറത്തേക്ക് വന്നാലോ വേരിയേഷൻ ഒക്കേഴ്സ്. ലാസ്റ്റ് പോയിന്റ്, പ്രോജനി ഈസ് ലെസ് അഡാപ്റ്റബിൾ ടു ചേഞ്ച്. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ പ്രോജനി ഈസ് മോർ അഡാപ്റ്റബിൾ ടു ചേഞ്ചസ് ഇൻ എൻവയൺമെന്റ്. നാലാമത്തെ ചോദ്യം, ഇൻ ബോണി ഫിഷസ് ആൻഡ് ഫ്രോഗ്സ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഒക്കേർ. പോയിന്റ് ഔട്ട് എനി വൺ അഡ്വാൻറ്റേജ് ആൻഡ് വൺ ഡിസഡ്വാൻറ്റേജ് ഓഫ് this type of gametic fusion. അതിലെ അഡ്വാൻറ്റേജ്, പ്രൊഡക്ഷൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, മോർ ജെനറ്റിക് വേരിയേഷൻ. ഇതിലേതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതി. 2 ഉത്തരങ്ങൾക്ക് 2 മാർക്കാണ്. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കിയാൽ ഓഫ് സ്പ്രിങ്സ് ആർ വൾണറബിൾ ടു പ്രിഡേറ്റേഴ്സ് ത്രെട്ടനിങ് ദെയർ സർവൈവൽ അപ് ടു അഡൽട്ട്ഹുഡ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്, ഇറ്റ് റിക്വയേഴ്സ് ആൻ എക്സ്റ്റേണൽ മീഡിയം ഫോർ ഗാമറ്റിക് ഫ്യൂഷൻ. ഇതിൽ അഡ്വാൻറ്റേജിൽ ഒരു പോയിന്റ്, ഡിസഡ്വാൻറ്റേജിലും ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ 2 മാർക്കായി. ഇനി അഞ്ചാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ഹൗ സെൽഫ് പോളിനേഷൻ ഈസ് ഫേവേർഡ് ഇൻ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. ഇൻ നോർമൽ ഫ്ലവർ ഇറ്റ് ഓപ്പൺസ് ആൻഡ് എക്സ്പോസസ് ദ ആന്തേഴ്സ് ആൻഡ് ദ സ്റ്റിഗ്മ. Complete autogamy is rather rare. In such flowers, autogamy requires synchrony in pollen release
and stigma respectively. സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ടൈമിൽ തന്നെ പോളനും സ്റ്റിഗ്മയും മെച്യൂർ ആയാൽ മാത്രമേ അവിടെ ഓട്ടോഗമി നടക്കുള്ളൂ, സെൽഫ് പോളിനേഷൻ നടക്കുള്ളൂ. The anthers and stigma should lie close to each other so that self-pollination can occur. ഇനി അടുത്തതാണ് നമ്മൾ പറയുന്ന കേസ്. Certain plants like viola, oxalis and commelina produce two types of flowers. അതാണ് ചാസ്മോഗാമസ് ഫ്ലവേഴ്സും ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സും. Chasmogamous flowers are similar to flowers of other species with exposed anthers and stigma. Cleistogamous flowers are flowers do not open at all. ഓപ്പൺ ആക്കിയാലല്ലേ പുറത്തുനിന്നുള്ള പോളിനേഷൻ നടക്കാനുള്ള സാധ്യതയുള്ളൂ. അതൊഴിവാക്കാൻ അവ ഓപ്പൺ ആവുക തന്നെ ഇല്ല. In cleistogamous flowers, the anthers and stigma lie close to each other. When anthers dehisce in the flower buds, the pollen grains come in contact with the stigma and pollination takes place. This type of autogamy is called cleistogamy. നമ്മളോട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്തൊക്കെയാണ് ക്ലീസ്റ്റോഗമിയുടെ അഡ്വാൻറ്റേജസ് എന്നായിരുന്നു ചോദ്യം. It ensures autogamy as there is no chance of xenogamy. Xenogamy എന്ന് പറഞ്ഞാൽ ക്രോസ് പോളിനേഷനുള്ള ചാൻസ് ഇല്ല, കാരണം ഫ്ലവർ ഓപ്പൺ ആവുന്നതേ ഇല്ല. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് assured seed set in the absence of pollination, which ensures the deposition of pollen grains on the stigma. An external pollinator is not required for pollination in cleistogamous flowers. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ് ക്ലീസ്റ്റോഗമി എന്നുള്ളതാണ് നോക്കിയത്. ഇനി നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. Cleistogamous flowers do not open at maturity and are bisexual. Here, anther and stigma are close to each other, which ensures the deposition of pollen grains on the stigma. An external pollinator is not required for pollination in cleistogamous flowers. ആറാമത്തെ ചോദ്യം, we can see many embryos in the seeds of some plants. അതായത് ചില പ്ലാന്റ്സിന്റെ ഒക്കെ സീഡ്സിൽ ഒരുപാട് എംബ്രിയോകൾ കാണാം. വാട്ട് ഈസ് ദിസ് ഫിനോമിനൻ കാൾഡ്? ഗിവ് 2 examples. അപ്പോൾ അതിന്റെ ഉത്തരം പോളി എംബ്രിയോണി. ആ ഫിനോമിനന്റെ പേര് പോളി എംബ്രിയോണി. ഉദാഹരണം സിട്രസ്, ഓറഞ്ച്, മാംഗോ, എനി 2. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. ഏഴാമത്തെ ചോദ്യം, ഡ്രോ ദ ഫോളോയിങ് ഡയഗ്രാം ഇൻ യുവർ ആൻസർ ഷീറ്റ് ആൻഡ് ലേബൽ എനി 4 പാർട്സ്. 5 പാർട്സുകളുണ്ട്, ഇതിലേതെങ്കിലും 4 നിങ്ങൾ മാർക്ക് ചെയ്യണം. അപ്പൊ അതിൽ എ പ്ലിമ്യൂള്, ബി കോട്ടിഡൻസ്, സി ഹൈപ്പോകോട്ടിൽ, ഡി റാഡിക്കൽ, ഇ റൂട്ട് ക്യാപ്പ്. എട്ടാമത്തെ ചോദ്യം, one of the alternate sources of proteins for human nutrition is SCP. Question A, expand SCP. Give 2 examples. SCP എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽ പ്രോട്ടീൻ ആണ്. സിംഗിൾ സെൽ പ്രോട്ടീൻ ഉള്ളത് സ്പൈറുലീന, ക്ലോറല്ല, ഈസ്റ്റ്, മഷ്റൂംസ്, ഇതിലൊക്കെ SCP ഉണ്ട്. Fruit, a refined or edible protein, edible എന്ന് പറഞ്ഞാൽ തിന്നാൻ കൊള്ളാവുന്നത്, extracted from pure microbial cultures, dead or dried cell biomass. They can be used as protein supplement on both humans or animals. Microorganisms like algae, fungi, yeast and bacteria have very high protein content in their biomass. ഒൻപതാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. ഇപ്പൊ ബൈനറി ഫിഷൻ നടക്കുന്നത് അമീബ,
ഇങ്ങോട്ട് മാച്ച് ചെയ്യുക. എ ബൈനറി ഫിഷൻ അമീബ. കൊണീഡിയ പെനിസിലിയം ഇങ്ങോട്ട് മാച്ച് ചെയ്യുക. ജെമ്യൂൾസ് സ്പോഞ്ചസ് ഇങ്ങോട്ട് മാച്ച് ചെയ്യുക. സൂസ്പോസ് ക്ലാമിഡോമോണാസ് ഇങ്ങോട്ട് മാച്ച് ചെയ്യുക. ബൈനറി ഫിഷൻ അമീബ, കൊണീഡിയ പെനിസിലിയം, ജെമ്യൂൾസ് സ്പോഞ്ചസ്, സൂസ്പോസ് ക്ലാമിഡോമോണാസ്. 10ാമത്തെ ചോദ്യം. ഹെൽത്തി പ്ലാന്റ്സ് ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ്സ് ബൈ ടിഷ്യൂ കൾച്ചർ. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഉത്തരം നോക്കാം. മെരിസ്റ്റംസ്, അത് അപ്പിക്കൽ ആവാം ആൻഡ് ആക്സിലറി ആവാം. മെരിസ്റ്റംസ്, അപ്പിക്കൽ ആൻഡ് ആക്സിലറി ആർ virus free and it can be used as explant to produce healthy plant by tissue culture. ഇനി 11ാമത്തെ ചോദ്യം നോക്കുക. Given below is a DNA sequence. What is this type of DNA sequence is called? ഓക്കെ, ഇവിടെ 5 to 3 ആണ്. DNA സ്ട്രാൻഡ് അറിയാലോ, ഡബിൾ സ്ട്രാൻഡ് ആണ് ഉണ്ടാവുക. അപ്പൊ അതിനൊരു സ്ട്രാൻഡിൽ GAATTC ആണ്. അതിന്റെ മിറർ ഇമേജ് ആണ് ഇപ്പുറത്തെ സ്ട്രാൻഡ്. ഇവിടെ 3 നിന്നും 5ലേക്ക്. അപ്പൊ ഇത് ഇവിടെ CTTAAG. അപ്പൊ ഒന്ന് മറ്റൊന്നിന്റെ മിറർ ഇമേജ് ആണെന്ന് പറയാം അല്ലെ. ഇത്തരത്തിലുള്ള DNA സീക്വൻസിനെ പറയുന്ന പേരാണ് പാലിൻഡ്രോമിക് DNA സീക്വൻസ്. Name the enzyme which can cut DNA strand by recognizing this sequence. ഈ പാലിൻഡ്രോമിക് സീക്വൻസിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേരെന്താണ്? അതാണ് അടുത്ത ചോദ്യം. അപ്പൊ ആദ്യത്തിന്റെ ഉത്തരം പാലിൻഡ്രോമിക് സീക്വൻസ് അല്ലെങ്കിൽ പാലിൻഡ്രോം. അതിലെ ബി ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് ഇക്കോ R1. അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ ഹൗ MOET ഈസ് helpful to increase the herd size of cattle in a short time. ഇപ്പോൾ എന്താണ് MOET എന്ന് പറഞ്ഞാല്? മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. ഇതെങ്ങനെയാണ് കാറ്റിൽസിലൊക്കെ അവരുടെ ഹേർഡ് സൈസ് കൂട്ടാന് സഹായിക്കുന്നത്? അപ്പോൾ അതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. ഇൻ MOET, മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി, a cow with desirable qualities is administered hormones with FSH activity, എന്താണ്? follicle stimulating hormone activity, to induce follicular maturation and superovulation. It produces 6 to 8 eggs per cycle and is mated with an elite bull or artificially inseminated. The embryos at 8 to 32 cell stages are recovered and transferred to surrogate mothers. Thus, MOET is helpful to increase the herd size in cattle in a short time. Multiple ovulation embryo transfer technology. The gonadotrophic hormones like FSH and LHR injected to cow. അമ്മയാവാൻ ഉദ്ദേശിക്കുന്ന പശുവിലേക്ക് നമ്മൾ ഈ ഗോണഡോട്രോപിക് ഹോർമോൺ അല്ലെങ്കിൽ FSH ഇൻജെക്ട് ചെയ്യും. അങ്ങനെ ഈ 6 മുതൽ 8 വരെ എഗ്സ് കൗവിന്റെ യൂട്രസിൽ ഉണ്ടാവും. ആ എഗ്സിനെ നമ്മൾ നല്ല ഹെൽത്തിയായ മെയിൽ കമന് ഇൻജെക്ട് ചെയ്യും അല്ലെങ്കിൽ മേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഈ എല്ലാ എഗ്സും ഫെർട്ടിലൈസ്ഡ് ആവും. ഫെർട്ടിലൈസ്ഡ് ആയതിനു ശേഷം ഒരു 6-8 എഗ് സെല്ല് വരെ അവ മദറിന്റെ വയറിലുണ്ടാവും. എന്നിട്ട് അവിടെ നിന്നും അത് എടുക്കുകയാണ്. എന്നിട്ട് കുറെ പശുക്കളിലേക്ക്, സെറഗേറ്റ് മദേഴ്സിലേക്ക് ഇതിനെ കുത്തിവെച്ചു കൊടുക്കുകയാണ് ഈ അണ്ടങ്ങളെ. അങ്ങനെ ഇവരെല്ലാം നല്ല ഹെൽത്തി ആയ ബേബീസിനെ ഉണ്ടാക്കും. ജനറ്റിക് മദർ. അങ്ങനെ ആ മദറിൽ നിന്നും ഒരുപാട് നല്ല ഹെൽത്തി ആയ ബ്രീഡ്സ് ഉണ്ടാവും. 2 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 3rd പാർട്ടിലേക്ക് കടക്കുകയാണ്. Questions number 13 to 17. Answer any 4 questions. 3 scores each.
3 മാർക്കിന്റെ ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിലെ 13ാമത്തെ ചോദ്യമാണ്. എപ്പികൾച്ചർ ഈസ് ദ മെയിൻ്റനൻസ് ഓഫ് ബീ ഹൈവ്സ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹണി. അങ്ങനെയാണെങ്കിൽ നെയിം ദ കോമൺ സ്പീഷീസ് ഓഫ് ഹണി ബീ യൂസ്ഡ് ഇൻ ഇന്ത്യ. അതിലെ ബി ക്വസ്റ്റ്യൻ സജസ്റ്റ് എനി 2 ആസ്പെക്ട്സ് ദാറ്റ് ആർ ഇമ്പോർട്ടന്റ് ഫോർ സക്സസ്ഫുൾ ബീ കീപ്പിംഗ്. ആദ്യത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എപ്പീസ് ഇൻഡിക്ക. ബി ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നോളേജ് ഓഫ് ദ നേച്ചർ ആൻഡ് ഹാബിറ്റ്സ് ഓഫ് ബീസ്. രണ്ടാമത്തെ പോയിന്റ് സെലക്ഷൻ ഓഫ് suitable locations for keeping the beehives. Third point, catching and hiving of swarms. സ്വാം എന്ന് പറഞ്ഞാൽ എന്താ? ഈ തേനീച്ചകളെ കൂട്ടം. അടുത്ത പോയിന്റ് മാനേജ്മെന്റ് ഓഫ് ബീ ഹൈവ്സ് ഡ്യൂറിംഗ് ഡിഫറെന്റ് സീസൺസ്. ഹാൻഡ്ലിംഗ് ആൻഡ് കളക്ഷൻ ഓഫ് ഹണി ആൻഡ് ബീ വാക്സ്. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റുകൾ എഴുതിയാൽ മതി. അപ്പൊ എ ക്വസ്റ്റ്യൻ 1 മാർക്ക്, ബി ക്വസ്റ്റ്യൻ 2 മാർക്ക്, ടോട്ടൽ 3 മാർക്കായി. 14ാമത്തെ ചോദ്യം സപ്പോസ് യു ആർ പ്രൊവൈഡഡ് വിത്ത് ദ ഫ്ലവേഴ്സ് ഓഫ് പ്ലാന്റ്സ് സൺഫ്ലവർ, മെയ്സ് ആൻഡ് വാലിസ്നേറിയ. ഫൈൻഡ് ഔട്ട് എനി 2 അഡാപ്റ്റേഷൻസ് ഇൻ ഈച്ച് ഫ്ലവർ ഫോർ സക്സസ്ഫുൾ പോളിനേഷൻ. അപ്പോൾ അതിന്റെ ആൻസർ ആണ് സൺഫ്ലവർ എൻഡമോഫിലിയാണ്. സൺഫ്ലവറിൽ നടക്കുന്ന പോളിനേഷൻ എൻഡമോഫിലി അല്ലെങ്കിൽ ഇൻസെക്ട് പോളിനേഷൻ. പിന്നെ അടുത്ത അഡാപ്റ്റേഷൻ ആണ് ഫ്ലവേഴ്സ് വിത്ത് അട്രാക്റ്റീവ് കളർ. അടുത്തത് ഫ്ലവേഴ്സ് ആർ ഗ്രൂപ്ഡ് ഇൻ ടു ഇൻഫ്ലോറസൻസ് ടു മേക്ക് ദം കോൺസ്പീക്കസ്. അടുത്തത് ഫ്ലവേഴ്സ് റിച്ച് ഇൻ നെക്ടാർ. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി. അപ്പോൾ ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആണ് സൺഫ്ലവറിലുള്ളത്. അട്രാക്റ്റീവ് കളർ ഉണ്ട്, ഇൻഫ്ലോറസെന്റ് ഫ്ലവർ ആണ്, എന്നാണ് ആ ഫ്ലവറിനെ കോൺസ്പീക്കസ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്ലവേഴ്സിൽ ധാരാളം നെക്ടാർ ഉണ്ട്. മെയ്സിലാണെങ്കിൽ അനിമോഫിലിയാണ്, അതായത് പോളിനേഷൻ ബൈ വിൻഡ്, കാറ്റ് വഴി പരാഗണം നടത്തുന്നവയാണ് മെയ്സ്. ഫ്ലവേഴ്സ് വിത്ത് എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ. അതിലാവുമ്പോൾ ഫ്ലവേഴ്സിലുള്ളത് എക്സ്പോസ്ഡ് ആന്തറും സ്റ്റിഗ്മയുമാണുള്ളത്. പെട്ടെന്ന് തന്നെ കാറ്റത്ത് ഇത് പറന്നു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ പോളൻ ഗ്രെയിൻസ് ആർ നോൺ സ്റ്റിക്കി ആൻഡ് ലൈറ്റ്. കനമില്ല, അതുപോലെ എവിടെ ഒട്ടിപ്പിടിക്കാത്ത സൈസാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. ലാർജ് ഫെദറി സ്റ്റിഗ്മ. ഇതെല്ലാം മെയ്സിൽ പോളിനേഷൻ നടക്കാനുള്ള അഡാപ്റ്റേഷൻസ് ആണ്. ഇനി വാലിസ്നേറിയയിൽ പോളിനേഷൻ ബൈ വാട്ടർ ആണ്, അതുകൊണ്ട് അതിന്റെ പേരാണ് ഹൈഡ്രോഫിലി. വാലിസ്നേറിയയിൽ എന്തൊക്കെയാ അഡാപ്റ്റേഷൻസ്? പോളൻ ഗ്രെയിൻസ് ഹാവ് മ്യൂസിലേജിനസ് കവറിംഗ്. മ്യൂസിലേജ് കൊണ്ടുള്ളൊരു കവർ ഉണ്ട്. സ്റ്റിഗ്മ ആൻഡ് ഫ്ലോറൽ പാർട്സ് ആർ അൺവെറ്റബിൾ. നനയാൻ പറ്റാത്ത സൈസാണ് ഉണ്ടാവുക. ഫീമെയിൽ ഫ്ലവേഴ്സ് റീച്ച് ദ സർഫസ് ഓഫ് വാട്ടർ വേർ ദ പോളൻ ഗ്രെയിൻസ് ആർ റിലീസ്ഡ്. ഇത്രയുമാണ് വാലിസ്നേറിയയിലെ അഡാപ്റ്റേഷൻസ്. 15ാമത്തെ ക്വസ്റ്റ്യൻ പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാം ഈസ് carried out for producing new genetic varieties. അതിൽ എ ക്വസ്റ്റ്യൻ, അതായത് പുതിയ ജനിതക വെറൈറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് ബ്രീഡിംഗ് നടത്തുന്നുണ്ട്. ഡാഷ് ഈസ് എ സെമി ഡ്വാർഫ് വെറൈറ്റി ഓഫ് റൈസ് ഡെവലപ്ഡ് അറ്റ് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയ IRRI ഉണ്ടാക്കിയിട്ടുള്ള റൈസിന്റെ ഒരു സെമി ഡോർഫ് വെറൈറ്റി ഉണ്ട്, അതിന്റെ പേര് എഴുതണം. ബി ക്വസ്റ്റ്യൻ വിച്ച് ആർ ദ മെയിൻ സ്റ്റെപ്സ് ഇൻ ഡെവലപ്പിംഗ് എ ന്യൂ ജെനറ്റിക് വെറൈറ്റി ഓഫ് എ ക്രോപ്പ് ബൈ പ്ലാന്റ് ബ്രീഡിംഗ്. പ്ലാന്റ് ബ്രീഡിംഗ് വഴി ഒരു പുതിയ ജനിതക വെറൈറ്റി ഉണ്ടാക്കുന്നതിലുള്ള വിവിധ സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഈ ക്വസ്റ്റ്യന്റെ ഉത്തരാണ് IR8. ഇനി പ്ലാന്റ് ബ്രീഡിംഗ് ക്രോപ്സിൽ പ്ലാന്റ് ബ്രീഡിംഗ് വഴി പുതിയ വെറൈറ്റീസ് ജനിതക വെറൈറ്റീസ് ഉണ്ടാക്കുമ്പോൾ അതിലെ വ്യത്യസ്ത സ്റ്റെപ്പുകളിൽ ഒന്നാമത്തേതാണ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. രണ്ടാമത്തേത്
ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പാരന്റ്സ്. മൂന്നാമത്തത് ക്രോസ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ദ സെലക്ടഡ് പാരന്റ്സ്. നാലാമത്തെ പോയിന്റ് സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്. ലാസ്റ്റ് പോയിന്റ് ആണ് ടെസ്റ്റിംഗ്, റിലീസ് ആൻഡ് കമേഴ്സ്യലൈസേഷൻ ഓഫ് ന്യൂ കൾട്ടിവർ. 16ാമത്തെ ചോദ്യം pollen grains represent the male gametophyte. Outer hard layer of pollen is made of dash. B question. Name the two cells present inside a typical pollen grain. How these cells differ from each other? Answer sporopollenin. അതിലെ ബി ക്വസ്റ്റിന്റെ ഉത്തരം വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. എന്താ വ്യത്യാസങ്ങള്? വെജിറ്റേറ്റീവ് സെൽ ഈസ് ബിഗർ ഇൻ സൈസ് വിത്ത് അബണ്ടന്റ് ഫുഡ് റിസർവ് ആൻഡ് ഹാവ് ലാർജ് irregularly shaped nucleus. Generative cell is smaller in size, spindle shaped with a dense cytoplasm and a nucleus, and float in the cytoplasm of vegetative cell. First term ബോട്ടണിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തി നമ്മൾ. 17ാമത്തെ ചോദ്യം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാവ് ഡെവലപ്ഡ് മെനി ഡിവൈസസ് ടു എൻകറേജ് cross pollination. Find out any 3 such devices in angiosperms. Answer pollen release and stigma receptivity are not synchronized. രണ്ടും ഒരുമിച്ച് നടക്കൂല. എന്നാലേ ഒരേ ഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ വീണിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. രണ്ടും മെച്യൂർ ആവുന്നത് 2 ടൈമിലാണ്. 2ാമത്തെ പോയിന്റ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പൊസിഷൻസ്. അപ്പോഴും എന്താണ് പോളിനേഷൻ നടക്കാനുള്ള സാധ്യത കുറയും. 3 സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി, സ്വയം ഒരു മാച്ചിങ് ഇല്ലാത്തത്. 4ാമത്തത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, ഒരു പൂവില് ഒരു സെക്സ് മാത്രം, ഒന്നുമില്ലെങ്കിൽ ആന്തർ ഉണ്ടാവും, ഒന്നുമില്ലെങ്കിൽ മെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാവും.